എനിക്ക് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വടകരയിലേക്ക് പോകണം എന്ന ആദ്യ സെക്കൻഡിൽ വന്ന വാർത്ത ആ സമയത്ത് പാലക്കാട്ടേക്കും പാലക്കാട് നിന്ന് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായ പിന്നെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അത് സത്യമാണ്. അത് കഴിഞ്ഞാൽ വടകരയിൽ കാലെത്തിയിട്ട് ഇപ്പം നിങ്ങളെ കാണുന്ന ഈ സെക്കൻഡ് വരെ വടകര എനിക്കൊരു ടെൻഷനും തന്നിട്ടില്ല. നല്ല സ്നേഹവും നല്ല പിന്തുണയും തന്നിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇടത് വോട്ടുകൾ പോലും ഇത്തവണ ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ CPM-നെ വോട്ട് ചെയ്തിട്ടുള്ള പല ആളുകളും ഒരുപക്ഷെ അവരുടെ ഗവൺമെൻറ്റിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ രാജ്യം വീണ്ടെടുക്കാൻ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരി വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയതായിട്ടാണ് എനിക്ക് പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണക്ക് താഴെത്തട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സംഖ്യയല്ല, ഞാൻ അതിനൊരു വാചകം കൊണ്ട് പറയാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെ ഒരു മെജോറിറ്റിയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നത്. ഒരു കാര്യം, ഇപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? അല്ല, അത് ആ ഉത്തരവാദിത്തപ്പെട്ട മീറ്റിങ്ങിൻ്റെ സംഘാടകരാണല്ലോ അതിനെപ്പറ്റി പറയേണ്ടത്. ഞാൻ മീറ്റിങ്ങിൽ ഒരു പങ്കെടുത്ത ആളാണല്ലോ. അപ്പോൾ അത് അവരതിനെപ്പറ്റി പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് റെസ്പോണ്ട് ചെയ്യും. എന്തായാലും ദേശീയ തലത്തിൽ ഞങ്ങൾ ഇപ്പോൾ പുറത്ത് വന്ന സർവേകളെ ഞങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടല്ല ഞങ്ങളുടെ കണക്കൂട്ടലുകളും ഞങ്ങളുടെ പ്രതീക്ഷകളും ഉള്ളത്. അത് പറയാം. ഓക്കെ.